നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ലെജിസ്ലേറ്റർ ഇലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന സെക്ഷൻ, കൂടുതൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സും പഞ്ചായത്തി രാജും SCRT ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് നമുക്ക് എടുത്തു തന്നിട്ടില്ലെങ്കിൽ പോലും ഡിഗ്രി ലെവൽ മെയിൻസുകാർക്ക് അത് ഏതൊക്കെ പഠിക്കണമെന്ന് എടുത്തു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അമെൻമെന്റ്സ്, അതായത് 44, 42, 56, 86, അതുപോലെ 92, 103, 104, 105 അങ്ങനെ പറയുന്ന കുറച്ചേറെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഉണ്ട്. അത് പഠിക്കാനായിട്ടൂടെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പറയുന്നത് ഇലക്ഷനെ പറ്റിയിട്ടാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ ഭരണനിർവഹണത്തിനായി തെരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന മാർഗത്തിനെ നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് വിളിക്കും. തെരഞ്ഞെടുപ്പിന് പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഒന്ന്, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് വേറൊരു പേര് വിളിക്കും. വേറൊന്നാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. അപ്പൊ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, അങ്ങനെ രണ്ട് രീതിയിൽ എലക്ഷൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെക്കുറിച്ച് രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളെ തിരിക്കുന്നു. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് ആദ്യം തിരിക്കും. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആള് തിരഞ്ഞെടുക്കും. നമ്മളിപ്പം ഫോളോ ചെയ്തു വരുന്നത് രാജ്യത്തിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നിയോജക മണ്ഡലമായിട്ട് തിരിക്കുന്നു. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ തിരഞ്ഞെടുക്കുന്നു. അതായത് ഓരോ മണ്ഡലവും ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കും. ഇന്ത്യയിൽ ലോക്സഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരമാണ്. അപ്പം എവിടേക്കാണ് ഇന്ത്യയിൽ? നമുക്കറിയാവുന്ന പോലെ ലോക്സഭ, നിയമസഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നഗരസഭയിലും പഞ്ചായത്ത്, ഗ്രാമസഭ എന്നിവിടങ്ങളിലെല്ലാം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇനി എന്താണ് ആനുപാതിക പ്രാതിനിധ്യം? എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ അംഗസംഖ്യയുടെ അനുപാതത്തിൽ, അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ അംഗസംഖ്യയുടെ അനുപാതത്തിൽ പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായമാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ രാജ്യത്തെ മുഴുവൻ വിവിധ ബഹു അംഗമണ്ഡലങ്ങളായി വിഭജിക്കുകയോ രാജ്യത്തെ മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലമായി കണക്കാക്കുകയോ ചെയ്യുന്നു. ഒരു മണ്ഡലത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. ഇവിടെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്കല്ല, മറിച്ച് പാർട്ടിക്കായിരിക്കും. നിയമസഭയിൽ ഓരോ പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ പാർട്ടിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും. ഇതിന്റെ ഫലമായിട്ട് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയിലെ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ്. അപ്പൊ ഡയറക്റ്റ് ഇലക്ഷൻ അല്ല. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ അംഗങ്ങൾ ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷൻ പ്രകാരമാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്നും രണ്ട് രീതിയിൽ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഇനി പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ രാജ്യത്തെ ചെറിയ നിയോജക മണ്ഡലങ്ങളായിട്ട് തരംതിരിക്കുന്നു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ രാജ്യത്തെ വലിയ നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുകയോ രാജ്യത്തെ മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലങ്ങളായി പരിഗണിക്കുകയോ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് ആർക്കാണ്? സ്ഥാനാർത്ഥികൾക്കാണ്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ വോട്ട് ചെയ്യുന്നത് ഓരോ പാർട്ടിക്കാണ്. ഓരോ പാർട്ടിയുടെ ബേസിലായിരിക്കും വോട്ട് ചെയ്യുന്നത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ഒന്നിൽ കൂടുതൽ പ്രതിനിധികളെ സെയിം മണ്ഡലത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് ലഭ്യമായ വോട്ടിന് ആനുപാതികമായ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭ്യമാകുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് ലഭ്യമായ വോട്ടിംഗ് ശതമാനത്തിന്റെ അനുപാതത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭ്യമാകാം. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അവരുടെ വോട്ട് വിഹിതത്തിന് അനുസൃതമായിട്ടുള്ള സീറ്റുകൾ മാത്രമേ നിയമനിർമ്മാണ സഭയിൽ ലഭ്യമാകുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ദെൻ നമുക്കറിയാം എന്താണ് സാർവത്രിക വോട്ടവകാശം. ഒരു രാജ്യത്തെ പ്രായപൂർത്തിയായ ഏതൊരു പൗരനും ജാതി, മത, ലിംഗ, സാമൂഹ്യ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം അഥവാ അവകാശത്തെ നമ്മൾ
സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 326 വകുപ്പ് പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ 326 വകുപ്പ് പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നു. അടുത്ത, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിക്കാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? അതായത് വളരെ ലളിതമാണ് അല്ലേ, സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തിൽ ആനുപാതിക പ്രാതിനിധ്യത്തിലെ പോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്നതെന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം, ഓരോ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നത്. അപ്പോൾ ആ ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. മറ്റൊന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയാണ് ജയിപ്പിച്ചു വിടുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ഇമോഷണലി തോന്നുന്ന ഒന്ന് പാർട്ടിക്ക് ഒന്നാകെ തോന്നണമെന്നില്ല. അടുത്ത, സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് വോട്ടർമാർക്ക് സാധിക്കും. ആനുപാതിക പ്രാതിനിധ്യത്തിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഒന്നും നേടാൻ സാധിക്കത്തില്ല. എന്നാൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടൂടെ പറയണം. ഇന്ത്യൻ ഭരണഘടനയുടെ 324 വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, കമ്മീഷണർമാർ ഉൾപ്പെടെ 2 കമ്മീഷണർമാർ ഉൾപ്പെടെ 3 അംഗ കമ്മീഷനാണ് നിലവിലുള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യാവുന്നതാണ്. ഇതിന്റെ ചുമതലകളും കൂടെ ഓർത്തു വെച്ചേക്കുക. ഒന്നെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല? സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെന്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക. വോട്ടർ പട്ടികയുണ്ടല്ലോ അത് തയ്യാറാക്കുക. തീയതി നിശ്ചയിക്കുക, എന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള തീയതി നിശ്ചയിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നങ്ങൾ അനുവദിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരാണ് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ പരിധി നിശ്ചയിക്കുന്നത് അവരാണ്. വോട്ടെണ്ണൽ നടത്തുകയും തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കേണ്ട ആവശ്യം, അത് നമുക്ക് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടാത്തത് കൊണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്, തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് ആണ്. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ. സ്ഥിരം ചോദ്യമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ VS രമാദേവി. ആദ്യത്തെ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ VS രമാദേവി. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരെന്താ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 21 നിന്നും 18 ആയിട്ട് കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം 21 നിന്നും 18 ആയിട്ട് കുറച്ചു. അടുത്തത്, ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് വകുപ്പ് 324. ചോദിക്കാം. അടുത്ത, നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ ഓഫ് ദി എബോവ് എന്നാണ് അർത്ഥം. നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ ഓഫ് ദി എബോവ് എന്നാണ് അർത്ഥം. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി തങ്ങൾക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നത് അറിയപ്പെടുന്നത് ജെറി മാൻഡറിംഗ് എന്നാണ്. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി തങ്ങൾക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നത് അറിയപ്പെടുന്നത് ജെറി മാൻഡറിംഗ് എന്നാണ്. അടുത്തത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി മുതലായവയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നൂടെ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ അത്രയും പറഞ്ഞിട്ട് നമ്മൾ എന്ത് തീർക്കാണ്? നമ്മുടെ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തീർക്കാണ്. ഇനി പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണിക്കാം. പ്ലസ് നിങ്ങൾ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെന്നൂടെ നോക്കി വെക്കുക. അത് ഓൾറെഡി നമ്മളുടെ ചാനലിൽ നിങ്ങൾ ജസ്റ്റ് ചാനലിൽ കയറി ഒന്ന് തപ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുകളിലൊന്ന് സെർച്ച് ബാറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ബോർഡിൽ എടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. അതല്ലാത്ത പോയിന്റ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നോക്കുക, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ. ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സമൂഹത്തിനും സർക്കാരിനും ഇടയിൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ വിവിധ കാഴ്ചപ്പാടുകൾ ശേഖരിക്കുകയും അവ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ പാർട്ടികളാണ്.
ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ അവർ വ്യത്യസ്ത നേതാക്കളെ ഒരുമിപ്പിച്ചു നിർത്തുന്നു. ഗവൺമെന്റിനെ സഹായിക്കാനോ നിയന്ത്രിക്കാനോ നിയമങ്ങൾ ഉണ്ടാക്കാനോ അവരെ ന്യായീകരിക്കാനോ അപലപിക്കാനോ ഉള്ള ഒരു മാർഗം അവർ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യ ഭരിക്കുന്നത് ഒരു ബഹുകക്ഷി സംഘടനയാണ് അല്ലെങ്കിൽ ഘടനയാണെന്ന് പറയാം. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു? എന്തിനു വേണ്ടിയിട്ടാണ്? നിയമങ്ങൾ നിർമ്മിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിനെ രൂപീകരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ വിവിധ കാഴ്ചപ്പാടുകൾ ശേഖരിക്കാനും അവ സർക്കാരിന് മുമ്പിൽ കൊണ്ടുവരാനും ഒക്കെ ആര് വേണം? പൊളിറ്റിക്കൽ പാർട്ടീസ് വേണം. അതുപോലെ ഇന്ത്യ ഭരിക്കുന്ന ഒരു ബഹുകക്ഷി ഘടനയാണെന്നുകൂടെ ഓർത്തു വെച്ചേക്കാം. ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ചിഹ്നം അനുവദിക്കുന്നതും എല്ലാം അവരാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി രാഷ്ട്രീയ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ വോട്ടെടുപ്പ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളായി അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പലതരത്തിലുള്ള പാർട്ടി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേശീയ ലെവലിലുള്ളതുകൊണ്ട് സംസ്ഥാന ലെവലിലുള്ളതുകൊണ്ട്. അപ്പോൾ പ്രാദേശിക പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. പ്രാദേശിക പാർട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടികളും ഉണ്ട്. ഇനി ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ ഏതൊക്കെയാണ്? 8 ദേശീയ പാർട്ടികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ബഹുജൻ സമാജ് പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നീ 8 ദേശീയ പാർട്ടികളെ കൂടാതെ രാജ്യത്തെ ഭൂരിഭാഗം പാർട്ടികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരംതിരിക്കുന്നുണ്ട്. പ്രധാന പാർട്ടികൾ, സംസ്ഥാന പാർട്ടികൾ, ഈ ഗ്രൂപ്പുകളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് പ്രാദേശിക പാർട്ടി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിരുന്നാലും ഈ ഗ്രൂപ്പുകൾ രാഷ്ട്രീയത്തിന്റെയോ കാഴ്ചപ്പാടിന്റെയോ അടിസ്ഥാനത്തിൽ പ്രാദേശികമായിരിക്കും. ഇപ്പം നമ്മൾ പ്രാദേശികം എന്ന് പറയുന്നെങ്കിലും ഒരിക്കലും ഇതൊരു പ്രാദേശികമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയൊന്നും ആയിരിക്കില്ല. ഈ പാർട്ടികളിൽ ചിലത് ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രം വിജയം നേടിയ ഇന്ത്യൻ പാർട്ടികളാണ്. ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും കാരണം ഇന്ത്യൻ സമൂഹത്തിനുള്ളിൽ വൈവിധ്യമാർന്ന വംശം എന്ന് ഓർക്കുക, സാംസ്കാരിക, ഭാഷ, മത, ജാതി ഗ്രൂപ്പുകളുടെ അസ്തിത്വമാണ്. സമത്വം അല്ലെങ്കിൽ സ്വത്വം, സംസ്ഥാനത്വം, സ്വയംഭരണം, വളർച്ച തുടങ്ങിയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പ്രാദേശിക പാർട്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് ഉള്ള പാർട്ടി കാണും അല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് വാസ്റ്റായിട്ട് കിടക്കുന്ന പല സംസ്കാരം ഉൾക്കൊള്ളതായതുകൊണ്ട് ഓരോ സ്ഥലത്തെയും ഓരോ പ്രാദേശിക പാർട്ടി വളർന്നു. അതിനകത്ത് ചിലതൊക്കെ ദേശീയ പാർട്ടിയായിട്ട് മാറി, ചിലത് ഇപ്പോഴും സംസ്ഥാന പ്രാദേശിക പാർട്ടിയായിട്ട് തുടരുന്നു. സംസ്ഥാനത്ത് കൂടുതൽ അധികാരം ആവശ്യപ്പെടുന്നത് സ്വയംഭരണമാണ്. ഇപ്പൊ സംസ്ഥാനം കൂടുതൽ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് വേണം? സ്വയംഭരണം വേണം. ഫോർ എക്സാമ്പിൾ ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പോലെ. ഒരു രാജ്യത്തിനുള്ളിൽ ഒരു സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുക എന്നതാണ് സംസ്ഥാന പദവിയുടെ അർത്ഥം. തെലങ്കാന രാഷ്ട്ര സമിതി തെലങ്കാനയുടെ പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ടു. തെലങ്കാന രാഷ്ട്ര സമിതിയാണ് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഒരു രാജ്യത്തിനുള്ളിൽ ഒരു സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ഈ സംസ്ഥാന പദവിയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത്. ഒരു ഗ്രൂപ്പിന്റെ സാംസ്കാരിക അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള പോരാട്ടത്തിന് നമ്മൾ സ്വത്വം എന്ന് വിളിക്കും. ഇപ്പം മഹാരാഷ്ട്രയിലെ ശിവസേന അല്ലെങ്കിൽ ദളിതരുടെ സ്വത്വത്തിനായി പോരാൻ DMK പോലെയുള്ള പാർട്ടി. ഒരു പ്രത്യേക പ്രദേശത്തെ പൗരന്മാർക്ക് അഭിവൃദ്ധി കൊണ്ടുവരാൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഈ പ്രാദേശിക പാർട്ടി വിശ്വസിക്കുന്നത്. പ്രാദേശിക പാർട്ടികൾ തെരഞ്ഞെടുപ്പ് നേട്ടം നേടുന്നതിനായി ഈ വംശീയ പ്രത്യേകതകൾ കണ്ടുപിടിക്കുന്ന, അതായത് നമ്മുടെ വംശത്തിലുള്ളവർ വിജയിക്കാൻ അങ്ങനെ ഒരു ഒരുമിപ്പിച്ച് ചേരൽ ഈ പ്രാദേശിക പാർട്ടിക്കുണ്ട്. ഇനി ഇതിന്റെ വളർച്ച നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് പ്രാദേശിക പാർട്ടികൾ എണ്ണത്തിലും ശക്തിയിലും വളർന്നു. തൽഫലമായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതി കൂടുതൽ സങ്കീർണമായി. പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ദേശീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം നേടാൻ ആവത്തില്ല. തൽഫലമായിട്ട് ദേശീയ പാർട്ടികൾ സംസ്ഥാനതല പാർട്ടികളുമായി സഖ്യത്തിൽ ഏർപ്പെടാനായിട്ട് നിർബന്ധിതരാകുന്നു അല്ലെ? ഇപ്പൊ ദേശീയ പാർട്ടി കുറച്ചേ ഉള്ളൂ, പക്ഷെ അവർക്ക് ഭൂരിപക്ഷം ലോക്സഭയിൽ വേണമെങ്കിൽ ഈ സംസ്ഥാനതല പാർട്ടികളും കൂടെ ഇവരുടെ കൂടെ നിൽക്കണം. 1989 മുതൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ സഖ്യ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ഫലമായി നമ്മുടെ പാർട്ടി ഘടന ഫെഡറൽ ചെയ്യപ്പെട്ടു. താമസ സൗകര്യം വഴി കേന്ദ്രം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ അഭിലാഷങ്ങൾക്ക് പ്രതികരിക്കാനും തുടങ്ങി. നമ്മുടെ പാർട്ടി സംവിധാനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന അസ്തിത്വത്താൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ സഹകരണ പ്രവണതകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പല രീതിയിൽ നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് പാർട്ടി സംവിധാനം മാറിയത് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കാം. 52 മുതൽ 64 വരെ നെഹ്റുവിയൻ കാലഘട്ടമാണെന്ന് നമുക്കറിയാം. അപ്പൊ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായിട്ട് അന്ന് തൊട്ടേ വളർന്നു വരികയാണ്. രാജ്യത്തിന്റെ സർക്കാർ അടിസ്ഥാനപരമായി കോൺഗ്രസ് സംവിധാനം എന്നറിയപ്പെടുന്ന ഒരു ഏകകക്ഷി ഘടനയായിരുന്നു. എല്ലാ സംസ്കാരങ്ങളും ആഗ്രഹങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒരു വലിയ കുടയായിട്ട് വികസിച്ചു. പല ചെറു പാർട്ടികളും കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചെങ്കിലും അവരെന്ത് ചെയ്തില്ല?
വിജയിച്ചില്ല. എന്നാൽ 64 മുതൽ 77 വരെ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തോടെയും 1967 തെരഞ്ഞെടുപ്പിലൂടെയും കോൺഗ്രസ് സംവിധാനത്തിന്റെ ആധിപത്യം വെല്ലുവിളിക്കപ്പെട്ടു. 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ലോക്സഭാ ഭൂരിപക്ഷം 54% സീറ്റിലേക്ക് ചുരുങ്ങുന്നു. മേഖലയിലുടനീളം പ്രാദേശിക പാർട്ടികൾ മുളപൊട്ടി തുടങ്ങി. കോൺഗ്രസിന്റെ മോശം പ്രകടനം ചേംബറിനുള്ളിൽ തുടർച്ചയായ അധികാര തർക്കങ്ങൾക്കൊക്കെ കാരണമായി. അങ്ങനെ 69 പാർട്ടി പിളർന്നു. പാർട്ടിയിലും സർക്കാരിലും ഇന്ദിരാഗാന്ധിയുടെ ആധിപത്യം ഉറപ്പിച്ചു. എന്നിരുന്നാലും ഗുജറാത്തിലെ മൊറാർജി ദേശായി, ബീഹാറിൽ ജയപ്രകാശ് നാരായൺ തുടങ്ങിയ ചില നേതാക്കൾ കോൺഗ്രസ് അഴിമതിക്കും ഏകപക്ഷീയമായ നിയമത്തിനെതിരെ സജീവമായിട്ട് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി. അങ്ങനെ 75 ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യത്തേതും ഏകവും ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി സർക്കാരാണത് പ്രഖ്യാപിച്ചത്. അപ്പോഴത്തേക്കും പ്രസ്ഥാനം ഒരു കുത്തഴി നിലയിലേക്ക് പോയി. അങ്ങനെ 77 മുതൽ 80 വരെ എന്ന് പറയുന്നത് ഇന്റർ പാർട്ടി സംഘർഷം വർദ്ധിച്ചു വന്നു. അതായത് 77 ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സഖ്യം വരുന്നു. ഇന്ത്യയിൽ ഇതൊരു മൾട്ടി പാർട്ടി സംവിധാനത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഒരു സ്ഥാനപരമായ സമവായം രൂപീകരിക്കുന്നതിന് പകരം കോൺഗ്രസിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ നിരവധി ചെറുകിട പാർട്ടികൾ ഒന്നിച്ചു. എന്നിരുന്നാലും ജനതാ പാർട്ടി 1980 അതിന്റെ നയങ്ങളിൽ ആശയപരമായ യോജിപ്പിന്റെ അഭാവം മൂലം അധികാരത്തിൽ നിന്നും പുറത്തായി. 80 മുതൽ 89 വരെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാര പോരാട്ടം നടന്നു. അതായത് ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു കാരണവുമില്ലാതെ ഒന്നിലധികം തവണ രാഷ്ട്രപതിയുടെ നിയമം ഉപയോഗിക്കുന്നത് പ്രാദേശിക പാർട്ടികൾക്കാവട്ടെ തീവ്രതയിൽ വളരുകയും ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഉറച്ച പങ്കുവഹിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. പ്രാദേശിക പാർട്ടി നമ്മൾ പറഞ്ഞു, അവർ കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ തുടങ്ങി. ആന്ധ്രാപ്രദേശ് പ്രാദേശിക പാർട്ടിയായ തെലുങ്കുദേശം 8ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിട്ട് വളർന്നു വന്നു 1984. 89 മുതൽ 2014 വരെയുള്ള ബഹുകക്ഷി സമ്പ്രദായവും സഖ്യരാഷ്ട്രീയവും, അതായത് രാജീവ് ഗാന്ധിയുടെ മരണം, അഴിമതി കേസുകൾ, സാമ്പത്തിക മാന്ദ്യം എന്നിവയിലെല്ലാം ഏതാണ്ട് 25 വർഷം നീണ്ടുനിന്ന ഒരു സഖ്യ കാലയളവിന് വഴിയൊരുക്കി. ബഹുകക്ഷി സമ്പ്രദായത്തിന്റെ വളർച്ചയുടെ ഫലമായി കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ പുതിയ യുഗം ഉയർന്നു വന്നത് 89 മുതൽ 2014 വരെ. എന്നാൽ ഈ സമയം സഖ്യത്തിന്റെ നിർബന്ധം മൂലം നശിക്കുന്നു. പ്രാദേശിക പാർട്ടികളുടെ ഉയർച്ച മഴവിൽ എന്ന് വിളിക്കപ്പെടുന്ന കൂട്ടുകെട്ടുകളുടെ രൂപീകരണത്തിൽ കലാശിച്ചു. എന്ന സമയത്ത് ഇത്രയൊക്കെ പോയിന്റ്സ് എങ്കിലും മനസ്സിൽ വെച്ചിരിക്കണം. അപ്പം നമ്മളോട് പ്രത്യേകമായിട്ട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, 1950 ശേഷമുള്ള രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ രാഷ്ട്രീയ ഗതി. അതും നിങ്ങൾക്ക് ഈ സമയത്ത് ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പൊളിറ്റിക്കൽ പാർട്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ലെജിസ്ലേറ്റർ എന്ന് പറയുന്ന സെക്ഷനാണ് നോക്കാം. ഇവിടെ ആദ്യം പറയാനുള്ളത് എക്സിക്യൂട്ടീവിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയും. കാര്യനിർവഹണ വിഭാഗം അഥവാ ജുഡീഷ്യറി ഏതൊക്കെ സെക്ഷൻ ഉണ്ട്? ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് സെക്ഷൻ, ജുഡീഷ്യറി സെക്ഷൻ, ലെജിസ്ലേറ്റർ സെക്ഷൻ. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പം അതിനകത്ത് ആരൊക്കെയാണ് നടത്തിപ്പിക്കുന്നത്, അല്ലെ? അതായത് നിയമം നടപ്പിലാക്കുന്നവരെയാണ് നമ്മൾ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഉള്ള ആരാണ്? രാഷ്ട്രപതിയാണ്, അല്ലെ? രാഷ്ട്രപതിയാണ് രാഷ്ട്രത്തിന്റെ തലവൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹം നാമമാത്രമായിട്ടുള്ളൊരു എക്സിക്യൂട്ടീവ് ആണെന്ന് പറയാനോ. പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം അപ്പൊ യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം ആർക്കാണ്? പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയ്ക്കാണ്. രാഷ്ട്രപതി 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനാ ലംഘന കുറ്റത്തിന്മേൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ രാഷ്ട്രപതിയെ, അതായത് ഭരണഘടന എപ്പോൾ ലംഘിക്കുന്നോ അപ്പം മാത്രമേ നമുക്ക് രാഷ്ട്രപതിയെ ഭൂരിപക്ഷത്തോടെ പുറത്താക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് വിളിക്കും. ഇംപീച്ച്മെന്റ് എന്ന് വിളിക്കും. രാഷ്ട്രപതി ആവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇനി എന്തൊക്കെ അധികാരങ്ങളാണുള്ളതെന്ന് പഠിച്ചു വെക്കാം. എല്ലാ പ്രധാന വിഷയങ്ങളെക്കുറിച്ചും മന്ത്രിസഭാ ചർച്ചകളെക്കുറിച്ചും അറിയാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട്. പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി മാത്രമേ നിയമമാവുകയുള്ളൂ. പാർലമെന്റ് പാസാക്കുന്ന ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും തടഞ്ഞുവെക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് സാധിക്കും. രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. പാർലമെന്റിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, സംസ്ഥാന ഗവർണർമാർ, ഫിനാൻസ് കമ്മീഷണർ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരെ എല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്.
ഭരണഘടനയാണ്. കുറ്റവാളികൾക്ക് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്ക് മാത്രം? രാഷ്ട്രപതിക്ക് മാത്രമാണ്. ഇത്രയുമാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. ഇനി എന്താണ് പോക്കറ്റ് വീറ്റോ? പാർലമെന്റ് പാസാക്കുന്ന ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകൾക്കും രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ്. അപ്പോൾ ധനകാര്യ ബില്ലിന് രാഷ്ട്രപതിയുടെ ആവശ്യമില്ല. രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കാത്ത ഒരു ബില്ലും ആക്ട് ആയിട്ട് മാറത്തില്ല. എന്നാൽ രാഷ്ട്രപതിക്ക് സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾ തിരിച്ചയക്കേണ്ട സമയപരിധിയെ പറ്റി ഒരിക്കലും നമ്മൾ ഭരണഘടനയിൽ എങ്ങും കാണാൻ സാധിക്കത്തില്ല. ആയതിനാൽ ഏത് ബില്ലും തീർപ്പ് കൽപ്പിക്കാതെ എത്ര കാലം വേണമെങ്കിലും കൈവശം വെക്കാൻ രാഷ്ട്രപതിക്ക് കഴിയും. ഇതിനെ നമ്മൾ പോക്കറ്റ് വീറ്റോ റൈറ്റ് അല്ലെങ്കിൽ അധികാരം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഏതൊരു ബില്ലും അയാളുടെ കൈവശം വെക്കാനായിട്ട് സാധിക്കും. ആർക്ക്? രാഷ്ട്രപതിക്ക് സാധിക്കും. അതിനെ നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് വിളിക്കുന്നു. ഇനി ഉപരാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പറ്റിയിട്ട് പറയുക. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ. നെക്സ്റ്റ് ആളാണ് ഉപരാഷ്ട്രപതി അല്ലെ. അദ്ദേഹത്തിന്റെ അധികാരത്തെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ പറയാം? പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിലെ ലോക്സഭ, രാജ്യസഭ രണ്ടുപേരുടെയും അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഇലക്ട്രൽ കോളേജ്. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. രാജ്യസഭ പാസാക്കിയ പ്രമേയം ലോക്സഭ അംഗീകരിക്കുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാം. രാജ്യസഭ പാസാക്കുന്ന ഒരു പ്രമേയം അത് ലോക്സഭ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഉപരാഷ്ട്രപതിയെ പുറത്താക്കാം. 35 വയസ്സാണ് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത്. അധികാരത്തെ പറ്റി നോക്കുവാണെങ്കിൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അത് ചോദ്യം വരാം കേട്ടോ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭാ സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതി. രാജ്യസഭാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ താൽക്കാലികമായിട്ട് രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് ഉപരാഷ്ട്രപതി. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ആളാണ് പ്രധാനമന്ത്രി. അടുത്ത ആൾ ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. അപ്പൊ പ്രധാനമന്ത്രിയാണ് നമ്മൾ പറഞ്ഞു യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം കൈയാളുന്ന അല്ലെ. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ്. ലോക്സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്താണ്? ക്യാബിനറ്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റിന് ഉപദേശം നൽകാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. മന്ത്രിസഭാംഗങ്ങൾ ആരെല്ലാം ആയിരിക്കണമെന്നും അവരുടെ വകുപ്പുകൾ ഏതെല്ലാം ആയിരിക്കുന്നുവെന്നും തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന അദ്ദേഹമാണ്. ഗവൺമെന്റിന്റെ നയങ്ങൾ നിശ്ചയിക്കുക, ആഭ്യന്തര വിദേശ നയങ്ങൾ രൂപകൽപ്പന ചെയ്യുക, മന്ത്രിസഭയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുക, മന്ത്രിസഭയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുന്ന ഒക്കെ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കും. അടുത്തത് സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെ. സ്ഥിരം എക്സിക്യൂട്ടീവ്, പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താ? അപ്പോൾ ആധുനിക കാലഘട്ടത്തിലാണ് ഈ സിവിൽ സർവീസ് അഥവാ സ്ഥിരം എക്സിക്യൂട്ടീവ് വന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു സിവിൽ സർവീസ് എന്താണെന്ന്. ഇപ്പം നയങ്ങൾ രൂപീകരിക്കാൻ മന്ത്രിമാരെ സഹായിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെന്റിന് ഒരു ഉദ്യോഗസ്ഥ വിഭാഗമുണ്ട് അല്ലേ. അവരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിരം എക്സിക്യൂട്ടീവ്. ഇവർ പെർമനന്റ് അല്ലല്ലോ ഈ മന്ത്രിമാരും, അഥവാ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. സൈനിക സേവനങ്ങളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം അടിവരയിടുന്നതിനാണ് ഇതിനെ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥിരമായ ഔദ്യോഗിക കാലാവധി ഉണ്ടായിരിക്കും. ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോഴും രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ ജനങ്ങളെ സേവിക്കുക എന്നതാണ് ഈ ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യം തന്നെയാണ് സിവിൽ സർവീസിന്റെ വർഗീകരണം. ഇനി ഞാൻ പറയണോ? അഖിലേന്ത്യാ സിവിൽ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ള ആരാണ്? ഉപരാഷ്ട്രപതി. ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്തത് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന സെക്ഷനാണ്. നിയമനിർമ്മാണ സഭ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഏതായിരുന്നു? എക്സിക്യൂട്ടീവ് പറഞ്ഞു, അതിനുശേഷം ലെജിസ്ലേറ്റർ ആണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പാർലമെന്റ് എന്താ? പാർലമെന്റ് നിയമനിർമ്മാണ സഭയാണ് അല്ലേ. അപ്പൊ പാർലമെന്റിന്റെ അധികാരം എന്തൊക്കെയാണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ്. ഇതൊരു ദ്വിമണ്ഡല സഭയാണ്. ദ്വിമണ്ഡലം, 2 മണ്ഡലം. പാർലമെന്റിന്റെ അപ്പർ ഹൗസ് അഥവാ ഉപരിമണ്ഡലമാണ് രാജ്യസഭ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അധോമണ്ഡലം അതായത് ലോവർ ഹൗസ് എന്ന് പറയുന്നത് ലോക്സഭ. മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ. കേന്ദ്ര ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും അവശിഷ്ട വിഷയങ്ങളിലും, അതായത് കേന്ദ്ര ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ട വിഷയങ്ങളിലും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന അധികാരം പാർലമെന്റ് ആണ് ചെയ്യുന്നത്. ലോക്സഭയുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കത്തുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കാനുള്ള അധികാരം ലോക്സഭയ്ക്കുണ്ട്.
കേന്ദ്ര ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, അതിനുള്ള അധികാരം ലോക്സഭയ്ക്കുണ്ട്. ലോക്സഭയുടെ അനുമതിയില്ലാതെ നികുതി ചുമത്താൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന ബഡ്ജറ്റ് പാസ്സാക്കുന്നത് ലോകസഭയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരവും പാർലമെന്റിനാണ്. അമെൻമെന്റ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിന് നിർണായക പങ്കുണ്ട്. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം, ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയെയും ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്ക് നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റിൽ. ഇനി രാജ്യസഭ. അപ്പൊ രാജ്യസഭ, ലോക്സഭ, പാർലമെന്റ് എല്ലാം നിയമനിർമ്മാണ സഭയിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ രാജ്യസഭയുടെ അധികാരം എന്തൊക്കെയാ? രാജ്യസഭ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതൊരു സ്ഥിരം സഭയാണ്, പിരിഞ്ഞു പോകുന്നില്ല. ഓരോ അംഗങ്ങളുടെയും കാലാവധി 6 വർഷമാണ്. 2 വർഷം കൂടുമ്പം 1/3 അംഗങ്ങൾ പിരിഞ്ഞു പോകും, പകരം ആള് കയറും. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250 ആണ്. 238 പേരെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കും. ബാക്കി 12 അംഗങ്ങളെ കല, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്നും രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ മറ്റ് അധികാരങ്ങളാണ് ധന ഇതര ബില്ലുകൾ അപ്പൊ ധനബില്ല് പരിഗണിക്കുന്ന ആരാണ്? ലോക്സഭയാണ് അല്ലെ ആദ്യമായിട്ട്. അപ്പൊ ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന രാജ്യസഭയാണ്. ഭരണഘടനാ ഭേദഗതികളെ അംഗീകരിക്കുന്ന ഇവരാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുന്നുണ്ട്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും സുപ്രീം കോടതിയും ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിൽ പ്രക്രിയയിൽ പങ്കാളിയാവുന്നുണ്ട് രാജ്യസഭ പാർലമെന്റിന്റെ കൂടെ. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിനും രാജ്യസഭയുടെ അനുമതി ആവശ്യമാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളുണ്ടല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതിനകത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട്. പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതും രാജ്യസഭയായിരിക്കും. നെക്സ്റ്റ് ലോക്സഭയാണ്. ലോക്സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഡയറക്റ്റ് തെരഞ്ഞെടുക്കും അല്ലെ. പ്രാദേശിക നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നു. ലോക്സഭയിൽ ഇപ്പോൾ 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. ലോക്സഭയുടെ കാലാവധി 5 വർഷം. 25 വയസ്സാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം. ഇനി എന്തൊക്കെ ഡ്യൂട്ടീസ് അവർ ചെയ്യുന്നത്? യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ലോക്സഭയാണ്. ധനകാര്യ ബില്ല്, ധനേതര ബില്ല് അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തി. അപ്പോൾ ധനകാര്യ ബില്ല് ലോക്സഭയുടെ ബാധ്യതയാണ്. നികുതി ചുമത്തൽ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശം അംഗീകരിക്കുന്നു. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ നീക്കം ചെയ്യുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുന്നു. അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുന്നു. ധനബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. സ്ഥിരം ചോദ്യം. മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് ഉത്തരവാദിത്വം എപ്പോഴും ഉള്ളത്. മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ആർക്ക് മാത്രം അധികാരം? ലോക്സഭയ്ക്ക് മാത്രം അധികാരം. ഇനി നമുക്കറിയാം പാർലമെന്റ് നിയമം നിർമ്മിക്കും, ആക്ട് നടപ്പിലാക്കും. അതിൻ്റെ സെക്ഷൻസ് എന്തൊക്കെയാണ്? നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് നിയമനിർമ്മാണ സഭയുടെ അടിസ്ഥാന ചുമതലയാണ്, ബേസിക് ചുമതലയാണ്. അപ്പം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന് ഒരു കരട് രൂപമുണ്ട്. അതിനെ നമ്മൾ ബില്ലെന്ന് വിളിക്കും, ഡ്രാഫ്റ്റ്. ബില്ലുകൾ പാർലമെന്റ് ഏത് സഭയിലും, നമുക്ക് രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കാം. എന്നാൽ രണ്ടുപേരുടെയും സൈൻ ഉണ്ടായിരിക്കണം അല്ലെ, അംഗീകാരം വേണം. ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ പറ്റത്തുള്ളൂ അവതരിപ്പിക്കാൻ. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു നടപടിക്രമമുണ്ട്. ഇപ്പോൾ ഒരു ആക്ട് നടപ്പിലാക്കണം. അപ്പം നമ്മളൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അതിൻ്റെ ബില്ല് ഒന്നാം സഭയിലെത്തുന്നു. 1ാം വായന നടത്തുന്നു അല്ലേ. ഒരു ബില്ല് സഭയിൽ വന്ന് അവതരിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിക്കും. അപ്പം ആദ്യം വായിച്ചു, 2ാം വായനയിൽ ഇത് പൊതു ചർച്ച ചെയ്യപ്പെടും. ബില്ലിനെക്കുറിച്ച് ബില്ല് കമ്മിറ്റിക്ക് വിടും. ബില്ലിനെക്കുറിച്ച് ചർച്ചകളുടെ പ്രധാന ഭാഗങ്ങൾ നടക്കുന്നത് കമ്മിറ്റികളിൽ വെച്ചിട്ടാണ്. കമ്മിറ്റി റെക്കമെൻഡേഷൻ നടത്തും. പിന്നീട് സഭയുടെ അംഗീകാരത്തിന് ഒന്നുകൂടെ അയക്കും. 3ാം വായനയിൽ എന്ത് പാസ്സാക്കും? ബില്ല് പാസ്സാക്കുന്നതിന് വോട്ട് നടത്തും. സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രം ആ സഭയിൽ ബില്ല് പാസ്സായി പ്രഖ്യാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് 2ാമത്തെ സഭ. ഇപ്പോൾ ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സായി, ഇതിനി രാജ്യസഭയിലോട്ട് പോകും. അപ്പോൾ ബില്ല് 2ാം സഭയിലെത്തി.
ബില്ല് ഒരു സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് അടുത്ത സഭയിലേക്ക് അയക്കുന്നു. അവിടെയും ഇതേ നടപടിക്രമങ്ങളിലൂടെ ബില്ല് കടന്നു പോകും അല്ലേ. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ 2 സഭയും അംഗീകരിക്കണം. പാർലമെന്റിലെ ഇരുസഭകളിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇരുസഭകളുടെയും ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ സംയുക്ത സമ്മേളനത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം ബില്ലിനെ അനുകൂലിച്ചാൽ ബില്ല് 2 സഭയും പാസ്സാക്കിയതായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. ഇനി അത് എവിടോട്ട് വിടും? പ്രസിഡന്റിന് അനുമതിക്ക് വിടും അല്ലേ. പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ അത് നിയമമാകും. ഇനി ധനകാര്യ ബില്ലുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അപ്പം ലോക്സഭ പാസാക്കിയ ബില്ല് രാജ്യസഭയ്ക്ക് അയക്കുന്നു. ധനബില്ലിനെ രാജ്യസഭ അംഗീകരിക്കുകയോ ഒന്നുകിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യാം. എന്നാൽ അത് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. രാജ്യസഭ 14 ദിവസത്തിനകം ധനബില്ലിൽ നടപടിയെടുത്തില്ലെങ്കിൽ അത് രാജ്യസഭ പാസാക്കിയതായിട്ട് പരിഗണിക്കുകയും ചെയ്യും. ധനബില്ല് രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഭേദഗതി ലോക്സഭയ്ക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ധനകാര്യ ബില്ല് കംപ്ലീറ്റ്ലി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ലോക്സഭാ തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് പാർലമെന്റ് എങ്ങനെയാണ് ഈ കാര്യനിർവഹണ വിഭാഗത്തിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ പാർലമെന്റ് എങ്ങനെ അവരെ നിയന്ത്രിക്കും? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ മുന്നണിയോ ആണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ആയതിനാൽ കാര്യനിർവഹണ വിഭാഗം ലോക്സഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാർലമെന്റ് പല മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെ? ഒന്ന് പര്യാലോചനകളും ചർച്ചകളും, അല്ലെങ്കിൽ നിയമങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക, ധനപരമായ നിയന്ത്രണം, അവിശ്വാസ പ്രമേയം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇങ്ങനെയൊക്കെ നമുക്ക് പാർലമെന്റിന് എക്സിക്യൂട്ടീവ്സിനോട് കൺട്രോൾ ആവശ്യപ്പെടാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് 25 വയസ്സ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കാൻ 25 വയസ്സ്. പാർലമെന്റ് അംഗമല്ലാത്ത ഒരാൾ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയി ചുമതലയേറ്റാൽ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റിൽ അംഗത്വം നേടണം? 6 മാസത്തിനുള്ളിൽ തന്നെ നേടണം. പരമാവധി എത്ര മന്ത്രിമാരെ വരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം? ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 50% കവിയാൻ പാടില്ല. അതായത് ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല മന്ത്രിമാര്. അത് 2003 91 ഭേദഗതി അമെൻമെന്റ് പ്രകാരമാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതുപോലെ ധനബില്ല് ഏത് സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാവുള്ളൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിയമനിർമ്മാണ വിഭാഗത്തിൽ പറ്റി പഠിക്കാനുള്ളത്. ഇനി ജുഡീഷ്യറിയാണ്. നമുക്കറിയാം ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയാണ് അല്ലെ, നിയമമാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് നീതിന്യായ വിഭാഗം. ഇതിന്റെ ധർമ്മങ്ങൾ ഒന്ന് നിയമങ്ങൾ വ്യാഖ്യാനിക്കുക, ഭരണഘടനയെ വ്യാഖ്യാനിക്കുക, അതിനെ സംരക്ഷിക്കുക, നിയമവാഴ്ചയെ സംരക്ഷിക്കുക, പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, വ്യക്തികൾ തമ്മിലും വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള തർക്കം പരിഹരിക്കുക, കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്നതൊക്കെ ജുഡീഷ്യറിയാണ്. ആണല്ലോ. ഇനി ജുഡീഷ്യറിക്ക് കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതെന്തൊക്കെയായിരിക്കും? ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്നാൽ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും ജുഡീഷ്യറിയുടെ നീതി നിർവഹണ വിഭാഗത്തെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് പേടിയൊന്നുമില്ലാതെ ഒരു പക്ഷത്വമില്ലാതെ നിയമം അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം. ജഡ്ജിമാർക്ക് നിശ്ചിത ഔദ്യോഗിക കാലാവധി വേണം. ദുഷ്കരമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ നമുക്ക് ജഡ്ജിമാരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് ആകർഷകമായ ശമ്പളം കൊടുക്കണം. ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും വിമർശന വിമുക്തമായിരിക്കണം. കോടതിയലക്ഷ്യ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് ഉണ്ടായിരിക്കണം. ഇനി സുപ്രീം കോടതിക്ക് കുറച്ച് അധികാരങ്ങളുണ്ട് അല്ലേ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണെന്ന് നമുക്കറിയാം. അവരുടെ അധികാരങ്ങളാണ് ഒന്ന് തനത് അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കേസുണ്ട്. അതിനെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. ഇപ്പൊ സംസ്ഥാനങ്ങൾ തമ്മിൽ, സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റും തമ്മിലൊക്കെ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർപ്പ് കൽപ്പിക്കുന്നത് സുപ്രീം കോടതിയായിരിക്കും. ഇനി അപ്പീൽ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി സുപ്രീം കോടതിയാണ് അല്ലേ. എവിടെ തോറ്റാലും നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോവുക എന്നുള്ളതാണ്. അതുപോലെ ഉപദേശ അധികാരം, പൊതു പ്രാധാന്യമുള്ള ഏതൊരു വിഷയത്തെയും നിയമത്തെക്കുറിച്ചും പ്രസിഡന്റിന് ആരോട് ചോദിക്കാം? സുപ്രീം കോടതിയുടെ അഭിപ്രായം ചോദിക്കാം. അതുപോലെ റിട്ട് അധികാരമുണ്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും അധികാരമുണ്ട്, ഹൈക്കോടതിക്കും അധികാരമുണ്ട്. കൂട്ടത്തിൽ തന്നെ ഓർത്തു വെച്ചാൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും തപാലിലൂടെയും തങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലും നീതിന്യായ വിഭാഗങ്ങൾ വ്യവഹാരങ്ങൾ പരിഗണിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നു. പൊതു താൽപര്യ ഹർജികൾ
ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള പ്രധാന ഉപാധിയാണ്. നീതിന്യായ വ്യവസ്ഥയെ ജനാധിപത്യവൽക്കരിക്കുകയും സാമൂഹ്യ പ്രശ്നങ്ങളിൽ കോടതികളുടെ ജാഗ്രത പുലർത്തുന്നതിന് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം വഴി നമുക്ക് പരാതി കൊടുക്കാം. പൊതു താല്പര്യമാണ്, എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയിട്ട് എനിക്ക് പരാതി കൊടുക്കാം അല്ലേ, അതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് വിളിക്കുന്നത്. അതുപോലെ പൊതു താല്പര്യ ഹർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അവകാശ ലംഘനം ഉണ്ടെങ്കിൽ പരാതിയുള്ള വ്യക്തിക്ക് മാത്രമല്ല പരാതിയുള്ള ആൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് കോടതിയെ സമീപിക്കാം. ഇതിനെ നമ്മൾ പൊതു താല്പര്യ ഹർജി എന്ന് വിളിക്കും. അതുപോലെ നീതിന്യായ പുനഃപരിശോധന എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതെന്താ, പാർലമെന്റും സംസ്ഥാന നിയമസഭകളും പാസാക്കുന്ന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരത്തെ നമ്മൾ നീതിന്യായ പുനഃപരിശോധന എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അതായത് പാർലമെന്റും ഇവരൊക്കെ പാസാക്കുന്ന നിയമം ഉണ്ടല്ലോ, അത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയുടെ അധികാരത്തിൽ നമുക്ക് ഒന്നുകൂടെ പുനഃപരിശോധനയ്ക്ക് വിടാം. അതാണ് നീതിന്യായ പുനഃപരിശോധന. ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനയെ വകുപ്പുകൾക്ക് എതിരാണെന്ന് കണ്ടാൽ അവ ഭരണഘടന അനുസൃതമല്ലെന്നും അസാധുവാണെന്നും പ്രഖ്യാപിക്കാനുള്ള അധികാരമാണ് ഈ നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നത്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. എന്നിരുന്നാലും ജഡ്ജിമാരുടെ നിയമനത്തിൽ കൊളീജിയാലിറ്റി സമ്പ്രദായം നിലനിൽക്കുന്നു. ഇത് പ്രകാരം സുപ്രീം കോടതിയിലെ മുതിർന്ന 4 ജഡ്ജിമാരുമായി കൂടിയാലോചന ശേഷം ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കുന്നതിനുള്ള പേരുകൾ പ്രസിഡന്റിന് നൽകണമെന്ന് പറയുന്നു. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസാണ്. അതായത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ്, അല്ലെന്ന് പറഞ്ഞത് ബെറുബറി കേസ് അല്ലേ. ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള പ്രധാന ഉപാധി ഏതാണ്? പൊതു താല്പര്യ ഹർജി, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കൊടുക്കുന്ന ഹർജി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്നും ഗവൺമെന്റ് ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് പറയാം, ഓർത്തു വെച്ചേക്കുക. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടത്തിൽ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും കൂടെ ഒന്ന് നോക്കാം. ഭരണഘടനാ ഭേദഗതി, അത് ജസ്റ്റ് അപ്പോൾ എന്താണ് ഒരു ഭരണഘടനാ ഭേദഗതി എന്ന് ഓർക്കാം. ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗത്തിന് മാറ്റം വരുത്താം, അല്ലെങ്കിൽ പുതിയ ഭാഗം കൂട്ടിച്ചേർക്കാം, ഒന്നുകൂടെ പരിഷ്കരിക്കാമുള്ളതിനെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, പാർലമെന്റിലെ 2 സഭകളുടെയും അംഗീകാരം ഇതിന് ആവശ്യമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മൾ ഭരണഘടനയിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് 3 മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ സാധിക്കും. ഒന്ന്, പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തോടെ ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അന്ന് വന്നിട്ടുള്ള, അതായത് പാർലമെന്റിൽ വന്നിട്ടുള്ള അംഗങ്ങളുടെ, ഇരുസഭകളുടെയും 2 അംഗങ്ങളുടെ വോട്ടവകാശം, അതായത് ഒരു ഭേദഗതി വെക്കുന്നു, ആ സമയത്ത് ഇവരുടെ വോട്ട്, അപ്പോൾ കൂടുതൽ അന്ന് ഹാജരായിട്ടുള്ളവരെല്ലാം വോട്ട് ചെയ്തിട്ട് ഭൂരിപക്ഷം നോക്കിയിട്ട് ഭേദഗതി ചെയ്യാം. 2, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതായത് ചില വകുപ്പൊക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ 2 സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. പ്രത്യേക ഭൂരിപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യത്യസ്ത തരത്തിലുള്ളത്. ഒന്നാമതായിട്ട് സഭയുടെ മൊത്തം അംഗബലത്തിന്റെ 50%, പകുതി ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. രണ്ടാമത്, ഹാജരായിട്ട് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 വിഭാഗത്തിന്റെ പിന്തുണ ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ 2 രീതിയിൽ പറയാം. അതാണ് ഈ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. മൂന്നാമത്, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അതായത് ചില വകുപ്പുകളൊക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ കാര്യത്തിൽ കേവല ഭൂരിപക്ഷം മാത്രമേ ഭരണഘടനാ ഭേദഗതി അംഗീകാരത്തിന് ആവശ്യമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ഡിഗ്രിക്കാരാവുകയും ചെയ്ത് 44, 42, 86, 91, 101, 102, 103 ഇങ്ങനെയുള്ള 56 ഇതുപോലെ കുറച്ചേറെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് കുറച്ച് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ 72, 73 പഞ്ചായത്തി രാജ് റിലേറ്റ് ചെയ്ത് 72, 73 ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.